സ്വാമിയേ ശരണമയ്യപ്പ. മോഹൻജി, സ്വാമിയുടെ പള്ളിക്കെട്ടേ ശരണമയ്യപ്പ. സന്തോഷി, മറ്റ് ക്ഷേത്രങ്ങളിൽ പോകുന്നതിനുപരിയായി ഉപോത്ബലകമല്ലാതെ ശബരിമലക്ക് ഉള്ള പ്രാധാന്യം, ശബരിമലയ്ക്ക് പോകുമ്പോൾ ഇരുമുടിക്കെട്ട് പള്ളിക്കെട്ടുമായിട്ടാണ് പോകുന്നത്. അതെ, ഈ പള്ളിക്കെട്ട് എന്നതിന് നാമം പറയുന്നുണ്ട്, ഇരുമുടിക്കെട്ടെന്നും പറയുന്നുണ്ട്. അതെ. അപ്പൊ എന്താണ് ഇതിന്റെ പ്രാധാന്യം? ഈ ഇരുമുടിക്കെട്ട് എന്ന് പറയാൻ കാരണം എന്താണ്? രണ്ട് മുടിക്കകത്തും നമ്മള് നിരവധിയായ ദ്രവ്യങ്ങൾ നിറയ്ക്കാറുണ്ട്. അതിന് പള്ളിക്കെട്ടെന്നും പറയുന്നുണ്ട്. അപ്പൊ എന്താണ് ആ യാത്രയുടെയും ആ പള്ളിക്കെട്ടിന്റെയും ഇരുമുടിയുടെയും ഒക്കെ പ്രാധാന്യം? അത് ശബരിമലയായി ബന്ധപ്പെട്ട് ഈ തത്വമസി എന്നുള്ള ആ ഇതാണല്ലോ അവിടെ ചെല്ലുമ്പം അത് നീ തന്നെയാകുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ് നമ്മൾ ഇരുമുടിക്കെട്ടിനകത്ത് കൊണ്ടുപോകുന്നത്? പള്ളിക്കെട്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് പള്ളിക്കെട്ട്? ശബരിമലയ്ക്ക് പോകുമ്പോ പള്ളിക്കെട്ട് ശബരിമലയ്ക്ക്, ഇരുമുടിക്കെട്ട് ഇത് രണ്ടും ഒന്ന് തന്നെയാണ് അല്ലേ? ഒന്ന് തന്നെയാണ്, പക്ഷെ രണ്ടും രണ്ട് പ്രയോഗങ്ങളാണ്. അതെ. അപ്പൊ എന്താണ് എങ്ങനെയാണ് ഇരുമുടിക്കെട്ട് പള്ളിക്കെട്ടാകുന്നത്, അല്ലെങ്കിൽ പള്ളിക്കെട്ട് ഇരുമുടിക്കെട്ടാകുന്നത്? അതെ 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 അതെ. അപ്പൊ എന്താണ് ഇരുമുടി എന്നുള്ള ഒരു വസ്തുതയെ ആദ്യം പറഞ്ഞിട്ട് നമുക്ക് പള്ളിക്കെട്ടിലേക്ക് വരാം. പശ്ചിമഘട്ടത്തിന്റെ ഇരുമുടിയുടെയും താല്പര്യങ്ങളെ, സംരക്ഷണത്തെ മുൻനിർത്തി, അതായത് നമ്മളുടെ സ്വാർത്ഥ താല്പര്യങ്ങളില്ലാതെ ഈ പശ്ചിമഘട്ടത്തിന്റെ ഇരുവശത്തിന്റെയും ഇരുമുടിയുടെയും സംരക്ഷണം കണക്കിലെടുത്തുകൊണ്ട് ആ ഇരുമുടി കെട്ടേന്തി വേണം ശബരിമലയിൽ എത്താനായിട്ട്. ശബരിമലയിലേക്ക് പശ്ചിമഘട്ടത്തിന്റെ ഇരുമുടിയും എന്ന് പറയുമ്പോ അതേത് ഭാഗങ്ങളാ വരുന്നത്? പശ്ചിമഘട്ടത്തിന്റെ രണ്ട് വശവും. പശ്ചിമഘട്ടം 1600 കിലോമീറ്റർ ദൈർഘ്യത്തില് ഗുജറാത്തിലെ തപതീരം തൊട്ട് കന്യാകുമാരി ജില്ലയിൽ വരെ. അതിന്റെ മൂലാധാരം എന്ന് പറയുന്നത് അഗസ്ത്യകൂടമാണ്. അപ്പൊ അത്രയും ദീർഘദൂരത്തിൽ കിടക്കുന്ന പശ്ചിമഘട്ടം, ആ പശ്ചിമഘട്ടത്തിന്റെ ഇരുമുടിയുടെയും സംരക്ഷണം, ഇരുവശത്തിന്റെയും സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യയിൽ പശ്ചിമഘട്ടത്തിന്റെ പൂർണ്ണമായ സംരക്ഷണത്തിലൂടെ, പശ്ചിമഘട്ടത്തിന്റെ പൂർണ്ണമായ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ശബരിമല യാത്ര തന്നെ. ആ പശ്ചിമഘട്ടത്തിന്റെ ഇരുവശവുമുള്ള ജനങ്ങളുടെ ജീവലോകത്തിന്റെ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഇരുമുടിക്കെട്ട് ശിരസിലേറ്റി വേണം നമ്മൾ ശബരിമലയിലെത്താനായിട്ട്. അല്ലെങ്കിൽ ഒരു വശത്തിന്റെ മാത്രം, ഒരു മുടിയുടെ മാത്രം ആ ആഗ്രഹങ്ങളെ പേറി ശബരിമലയിലേക്ക് എത്തരുത്. ഇരുമുടിക്കെട്ടേന്തി രണ്ട് വശത്തിനും തുല്യ പ്രാധാന്യം കൊടുത്തുകൊണ്ട് വേണം ശബരിമലയിലെത്താനായിട്ട്. അങ്ങനെ ഇരുമുടിക്കെട്ടേന്തി ശബരിമലയ്ക്ക് പോകുന്നതുകൊണ്ട് ഈ പശ്ചിമഘട്ടത്തിന്റെ ഇരുമുടികളുടെയും സംരക്ഷണം എങ്ങനെയാ സന്തോഷി ഉണ്ടാവുക? എങ്ങനെ ഉണ്ടാവുന്നു? അതിനെ കുറിച്ച് അറിയണമല്ലോ. എങ്ങനെയാണ് അത് സംഭവിക്കുന്നത്? പാർവതിയുടെ കൂടാണ് പശ്ചിമഘട്ടം, അതായത് ജൈവ നിലയത്തിന്റെ കൂടാണ്. ഹിമ എന്ന് പറഞ്ഞാൽ ജലമാണ്. മഹിയും ഹിമയും, മണ്ണും ജലവും ഏറ്റവും ഉയരത്തിൽ ഭൂമിയിൽ എവിടെയാണോ വസിക്കുന്നത് അത് ഹിമാലയമാണ്. അത് സർവ്വലോകത്തിനും വിലാസം തീർക്കുവാനാണ് കൈലാസം. ആ ശിവപാർവതി സംയോഗത്താൽ ഏറ്റവും ഉയർന്ന് ഭൂമിയിലെ മണ്ണും ജലവും ചേർന്ന്, മഹിയും ഹിമയും ചേർന്ന്, ശിവനും പാർവതിയും ചേർന്ന് ഏറ്റവും ഉയരത്തിൽ വസിക്കുന്നിടം ഹിമാലയമാണ്. സർവ്വലോകത്തിനും വിലാസം തീർക്കുന്നത് കൈലാസമാണ്, ഹിമാലയമാണ്. ശൈവ നിലയമായിരിക്കുന്ന ഹിമാലയമാണ് ജൈവ നിലയമായിരിക്കുന്ന പശ്ചിമഘട്ടത്തെ നിലനിർത്തുന്നത്. അപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ ജൈവ നിലയമാണ് പശ്ചിമഘട്ടം. ഈ പശ്ചിമഘട്ടം എന്ന് പറഞ്ഞാൽ പാർവതിയുടെ കൂടാണ്, പരിശുദ്ധമായിരിക്കുന്ന ജലത്തിന്റെ കൂടാണ്. നദികളാണ് ഇതിൽ നിന്നും ഉത്ഭവിക്കുന്നത്. കേരളത്തിലേക്ക് തന്നെ 44 നദികൾ ഒഴുകുന്നുണ്ട്. ഇത് പശ്ചിമഘട്ടത്തിന്റെ ആ പാർവതിയുടെ കുട്ടിൽ നിന്നും ആ പരിശുദ്ധമായിരിക്കുന്ന ജലമാണ് ഉറവയായി ഒഴുകി നദിയായി സഞ്ചരിച്ച് സമുദ്രത്തിൽ എത്തിച്ചേരുന്നത്. സന്തോഷി, അതൊക്കെ പറയുമ്പോ ഈ ശബരിമല യാത്ര കൊണ്ട് എങ്ങനെയാണ് സംരക്ഷിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. ഭക്തൻ ഇരുമുടിക്കെട്ടേന്തി ശബരിമലയ്ക്ക് പോയത് കൊണ്ട് ഈ പശ്ചിമഘട്ടത്തിന്റെ പൂർണ്ണ സംരക്ഷണം എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ള സാമാന്യ ജനങ്ങൾക്ക് മനസ്സിലാവണ്ടേ? അങ്ങനെ പറയുമ്പോ അത് മനസ്സിലാവുന്നില്ല. ഇത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, മനസ്സിലാക്കാൻ വളരെ നന്നേ ബുദ്ധിമുട്ടാണ്. അതായത്
കേരം നടേണ്ട ഇടമാണ് കേരളം. കൽപ്പവൃക്ഷങ്ങൾ നടേണ്ട, കൽപ്പാന്ത്യത്തെ തടുക്കുന്നതിന് വേണ്ടി കൽപ്പവൃക്ഷങ്ങളെ നടേണ്ട ഇടമാണ് പശ്ചിമഘട്ടത്തിന്റെ പടിഞ്ഞാറേ ഭാഗം, കേരളം ഉൾപ്പെടെയുള്ള കേരളം. അതായത് കൽപ്പാന്ത്യത്തെ തടുക്കുവാൻ വേണ്ടിയിട്ട് കേരവൃക്ഷം നടേണ്ട ഇടമായിട്ടും, എന്നാൽ ഇതിന്റെ കിഴക്ക് വശം, പശ്ചിമഘട്ടത്തിന്റെ ഈസ്റ്റ് കിഴക്ക് ഭാഗം, അത് നവധാന്യങ്ങളെ കൊണ്ട് മണ്ണിന്റെ ഉപരിതലത്തിൽ ജലത്തെ നിത്യതൃപ്തമായിട്ട് നിലനിർത്തിക്കൊണ്ട് ദിവ്യ ദ്രാവിഡ ദേശത്തെ തീർത്തുകൊണ്ട് നവധാന്യങ്ങളെ വിതച്ച് വിളയിച്ച് ഭൂമിയുടെ ഉപരിതലത്തിൽ ജലത്തെ നിത്യതൃപ്തമായി നിലനിർത്തിക്കൊണ്ട് ദ്രാവിഡ ദേശം തീർത്തുകൊണ്ട് പാർവതിയെ, പരിശുദ്ധമായിരിക്കുന്ന ജലത്തെ മണ്ണിന്റെ ഉപരിതലത്തിൽ നിലനിർത്താം എന്നുള്ള ശാസ്ത്രവിധിയാണ് ഈ ക്ഷേത്രവിധിക്ക് അടിസ്ഥാനം. അതാണ് ശ്രീധർമ്മശാസ്ത്രം എന്ന് പറയുന്നത്. പശ്ചിമഘട്ടത്തിന്റെ 1600 കിലോമീറ്റർ ദൈർഘ്യത്തില് 2 സ്ഥലത്ത് പശ്ചിമഘട്ടത്തിന് ഉയരം കുറവാണ്. ഒന്ന് പാലക്കാടാണ്, രണ്ടാമത്തത് പശ്ചിമഘട്ടത്തിന്റെ ഈ ശബരി പീഠം ഇരിക്കുന്ന സ്ഥലമാണ്, ശബരിമല ഇരിക്കുന്ന ഭാഗമാണ്. അപ്പൊ അവിടെ മഹാവൃക്ഷ പ്രകൃതിയെ കൊണ്ട് ഉയരം വർദ്ധിപ്പിച്ചുകൊണ്ട് ശരാശരി ഉയരം എന്ന് പറഞ്ഞാൽ പശ്ചിമഘട്ടത്തിന്റെ ഉയരം 1200 അപ്പൊ 1200 മീറ്റർ ഹൈറ്റ് ഉള്ള പശ്ചിമഘട്ടത്തിന്റെ ആ ശരാശരി ഉയരത്തിൽ നിന്നും താഴ്ന്ന പ്രദേശമാണ് ശബരിമല ഇരിക്കുന്നിടം. 1148.48 മീറ്റർ മാത്രമാണ് പശ്ചിമഘട്ടത്തിലെ ശബരിമലയുടെ ഉയരം. അങ്ങനെ താരതമ്യേന ഉയരം കുറഞ്ഞ ആ പ്രദേശം 18 മലകൾ ചേർന്നതാണ്. അതാണ് അയ്യപ്പന്റെ പൂങ്കാവനം. ആ പ്രദേശത്ത് മഹാവൃക്ഷ പ്രകൃതിയെ കൊണ്ട് പശ്ചിമഘട്ടത്തിന്റെ ഹൈറ്റ് ഉയർത്തി മേഘവീതിയിലേക്ക് ഉയർത്തിക്കൊണ്ട് മഴയെ പെയ്യിക്കുന്ന ശാസ്ത്രവിധിയാണ് ശബരിമലയിലെ ക്ഷേത്രവിധി. അപ്പോ പശ്ചിമഘട്ടത്തിന്റെ അപ്പുറവും മഴ പെയ്യണം, ഇപ്പുറവും മഴ പെയ്യണം, മഴ ലഭ്യമാകണം. മനസ്സിലാവുന്നുണ്ടോ? അങ്ങ് പറഞ്ഞത് മനസ്സിലായി. പക്ഷെ അത് അപ്പൊ ഗുജറാത്ത് മുതൽ ഇങ്ങോട്ട് കിടക്കുന്ന ഇത്രയും നീളം, ഇത്രയും കിലോമീറ്ററുള്ള പ്രദേശത്ത് ഈ ശബരിമല മാത്രം നമ്മൾ ഇങ്ങനെ ഭക്തര ഇങ്ങനെ ഇരുമുടിക്കെട്ടുമായിട്ട് ചെന്നത് കൊണ്ട് മൊത്തം പ്രദേശത്തെയും സംരക്ഷിക്കാൻ എങ്ങനെ സാധിക്കും എന്നുള്ളതാണ്. അതായത് സൗത്ത് ഇന്ത്യയിലും മഴ ലഭ്യമാകണമെങ്കിൽ ഈ പശ്ചിമഘട്ടത്തിന്റെ ഈ താഴ്ന്ന 2 പ്രദേശങ്ങൾ വളരെ ദോഷകരമായിട്ടുള്ള കാലാവസ്ഥയെ പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥയെ സൃഷ്ടിക്കുന്നതാണ്. പാലക്കാട് 400 സംതിങ് മീറ്റർ ആണ് ഉയരം. അപ്പൊ അതിന്റെ ബുദ്ധിമുട്ട് പാലക്കാട് അനുഭവിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ചൂടും കാറ്റും എല്ലാം അനുഭവപ്പെടുന്നുണ്ട് പാലക്കാട്. അത്രയും ഏറ്റവും കൂടുതൽ ചൂട് അനുഭവിക്കുന്നതിന് കാരണം പശ്ചിമഘട്ടത്തിന്റെ അവിടുത്തെ ഉയരക്കുറവാണ്. ഇതുപോലെ താരതമ്യേന ഉയരം കുറഞ്ഞ ഒരു പ്രദേശമാണ് നമ്മുടെ ഈ ശബരി പീഠം. ഈ ഇരുമുടിയിലും മഴ പെയ്യണമെങ്കിൽ, പശ്ചിമഘട്ടത്തിന്റെ ഇരുവശത്തും മഴ പെയ്യണമെങ്കിൽ ഈ ഉയരക്കുറവ് അതിനൊരു വലിയ കാരണമാണ്. മഴ പെയ്യാതിരിക്കാൻ ഒരു കാരണമാണ്. കാരണം ബംഗാൾ ഉൾക്കടലിൽ പെയ്യുന്ന ന്യൂനമർദ്ദം അറബിക്കടലിൽ പോയി പെയ്യുന്ന അവസ്ഥയും, അറബിക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടാൽ അത് ബംഗാൾ ഉൾക്കടലിൽ പോയി പെയ്യുന്നൊരവസ്ഥയും ഉണ്ടാകും. മേഘവീതി എന്ന് പറയുന്ന ഒരു വീതിയുണ്ട്. ആ മേഘവീതിയിലേക്ക് ഉയർന്നു നിന്നുകൊണ്ട് മഹാവൃക്ഷ പ്രകൃതിയുടെ ശൈത്യ ഗുണത്താൽ ആ മേഘത്തെ, നവമേഘങ്ങളെ ശൈത്യീകരിച്ച് മഴയെ പെയ്യിക്കുന്ന ആ പശ്ചിമഘട്ടത്തിന്റെ ഉയരം കുറവ് വലിയ പ്രതിസന്ധിയെ സൃഷ്ടിച്ചിരുന്നു സൗത്ത് ഇന്ത്യയിലെ. ദക്ഷിണ ഭാരതത്തിലെ ഭാരൻ എന്ന് പറഞ്ഞാൽ വിഷ്ണുവാണ്. ഭാരൻ തീർക്കുന്ന, ഗർഭപാത്രം തീർക്കുന്ന ഇടമാണ് ദ്രാവിഡ ദേശമായിരിക്കുന്ന ഭാരതഖണ്ഡം എന്ന് പറയുന്നത്. 9 ഖണ്ഡങ്ങളിലായിട്ടാണ് ഭാരതം നിൽക്കുന്നത്. ആ ഭാരതഖണ്ഡത്തിലെ ജലത്തിന് ഏറ്റവും ലഭ്യത കുറവുള്ള, കാലാവസ്ഥ ഏറ്റവും പ്രതികൂലമായിരുന്ന, ഊഷരമായിരുന്ന ഭൂമിയായി നിലനിന്നിരുന്ന പ്രദേശമാണ് കേരളവും തമിഴ്നാടും ഉൾപ്പെടെയുള്ള പഞ്ചദ്രാവിഡ ദേശങ്ങൾ. ആ പഞ്ചദ്രാവിഡ ദേശത്തിന്റെ ജലലഭ്യതയ്ക്ക് വേണ്ടിയിട്ടാണ് ശബരി പീഠത്തില് പരശുരാമൻ ശ്രീരാമ സിദ്ധാന്തത്താൽ ആകൃഷ്ടനായിട്ട് വന്നിട്ട് താടകാവനത്തെ നവീകരിച്ച് ശുദ്ധീകരിച്ച് അകല്യായ ഭൂമിക്ക് മോക്ഷം കൊടുത്ത്, എന്നുവെച്ചാൽ പാറ പോലെ ഉറച്ചുപോയ ഭൂമിക്ക് മോക്ഷം കൊടുത്ത ആ പ്രയാഗയിൽ മഴയെ പെയ്യിച്ച ആ ശ്രീരാമ സിദ്ധാന്തം തന്നെയാണ് നമ്മുടെ പരശുരാമൻ ശബരിമലയിലും പ്രയോഗിച്ചത്. അതിന്റെ ഫലമായിട്ട് ഭാർഗവ നിലയം എന്ന് പറയുന്ന 160 കാതം ദൈർഘ്യം വരുന്ന ഈ കേരള ഭൂമിക്ക്, അതായത് ഭാർഗവ നിലയത്തിനും അതുപോലെ തന്നെ ഇതിന്റെ അപ്പുറത്തെ വശമായിരിക്കുന്ന ഭാരതഖണ്ഡത്തിനും മഴയെ കൊടുക്കുവാൻ പഞ്ചദ്രാവിഡ ദേശങ്ങളിലും ദ്രവ്യത്തെ ഭദ്രമായി ദിവ്യമായി പ്രതിഷ്ഠിച്ചുറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം പ്രതിഷ്ഠിച്ച
ശ്രീധർമ്മശാസ്ത്രമാണ്. അത് ആര്യ സിദ്ധാന്തത്തിൽ അധിഷ്ഠിതമായ, ശ്രീരാമ സിദ്ധാന്തത്തിൽ അധിഷ്ഠിതമായ സനാതന ധർമ്മശാസ്ത്ര വിധി പ്രകാരമാണ് ഈ ശബരിമലയിലെ ക്ഷേത്രവിധി ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഏകദേശം മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ട്. ശ്രീരാമ സിദ്ധാന്തത്തിൽ ആകൃഷ്ടനായിട്ട് വന്ന് അതുപോലെ തന്നെ നടപ്പിലാക്കിയ പീഠമാണ് ഈ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം, ശബരി പീഠത്തിലെ. ആ ശബരി പീഠത്തിലെ ഇരുവശവുമുള്ള ജനങ്ങളുടെ, പശ്ചിമഘട്ടത്തിന്റെ ഇരുവശവും ഇരുമുടിയിലുമുള്ള ജനങ്ങളുടെ ജീവലോകത്തിന്റെ അഭിലാഷങ്ങളെ സാധിക്കുന്നതിന് വേണ്ടിയിട്ട് ഇരുപക്ഷത്തെയും താല്പര്യങ്ങളെ മുൻനിർത്തി വേണം പശ്ചിമഘട്ടത്തെ സമീപിക്കുവാൻ, പശ്ചിമഘട്ടത്തിന്റെ സംരക്ഷണം ഉറപ്പുവരുത്തുവാൻ. ആ പഞ്ചദ്രാവിഡ ദേശങ്ങളുടെയും പീഠങ്ങളുടെ പീഠമായിട്ട് ശബരി പീഠത്തെ നിലനിർത്തി പരിപാലിക്കേണ്ടത് ആവശ്യമാണ്. ഈ പശ്ചിമഘട്ടത്തിന്റെ ഇരുമുടിയുടെയും സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഇരുമുടി കെട്ടേന്തി നമ്മൾ ആ ശബരി പീഠത്തിലെത്താനായിട്ട്, ശാസ്താവിൽ വിലയം പ്രാപിക്കാനായിട്ട്, അല്ലെങ്കിൽ ശബരി പീഠത്തിൽ ലോകമാതാവിനെ പ്രതിഷ്ഠിച്ചുറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇരുമുടിക്കെട്ടുമായിട്ട് വേണം ശബരിമലയിലേക്ക് എത്താനായിട്ട്. വേറെ നടേണ്ട ഇടമാണ് പശ്ചിമഘട്ടത്തിന്റെ പടിഞ്ഞാറേ വശം എന്ന് പറഞ്ഞാൽ. അതായത് കൽപ്പാന്തത്തെ തടുക്കുവാനായിട്ട് കൽപ്പവൃക്ഷം മാത്രമേ മാർഗമുള്ളൂ. കൽപ്പവൃക്ഷത്തെ നട്ടുകൊണ്ടാണ് കൽപ്പാന്തത്തെ തടുക്കാൻ പറ്റുള്ളൂ. ശബരിമല ചെല്ലുമ്പം ശബരിമല 18 വർഷം അടുപ്പിച്ച് പോകുന്ന ആളുകൾ അവിടെ തെങ്ങിൻ തൈ നടുന്ന ഒരു ഇതുണ്ടല്ലോ. ഇത് മോഹൻജി അങ്ങനെയും കൂടിയല്ല ഇതിന്റെ ഒരു പ്രാധാന്യം വരുന്നത്. 18 വർഷം പോകുമ്പോഴെങ്കിലും ഒരു തയ്യെങ്കിലും നട്ടിരിക്കണമെന്നാണ്. 18 വർഷം നടാവുള്ളൂ എന്നല്ല, വനപരിപാലനത്തിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. ഒരു മഹാവൃക്ഷ പോകുന്നതിന്റെ അർത്ഥം മനസ്സിലാവും. അതാണ് അപ്പോഴാണ് വ്യക്തമായത്. വനപരിപാലനത്തിന് വേണ്ടി തന്നെയാണ്. വനത്തെ സംരക്ഷിച്ചു നിർത്തിക്കൊണ്ട് നമുക്ക് ഭൂമിയിലേക്ക് വേണ്ടുന്ന, മനുഷ്യന് വേണ്ടുന്ന, അല്ലെങ്കിൽ ജീവജാലങ്ങൾക്ക് വേണ്ടുന്ന മഴയെ പെയ്യിക്കുന്നതിന് വേണ്ടി സൗകര്യം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു പരിസ്ഥിതി യാത്ര തന്നെയാണ് ശബരിമല യാത്ര. തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ പോകുമ്പോ 30 മീറ്റർ വരെ ഉയരം വെക്കാവുന്ന, ശരാശരി അത്രയും ഉയരം വെക്കാവുന്ന കൽപ്പവൃക്ഷങ്ങളെ കൊണ്ട് നമ്മൾ ആ പശ്ചിമഘട്ടത്തിന്റെ ഉയരം വർദ്ധിപ്പിക്കുന്ന രീതിയിലൂടെയാണ് കൽപ്പവൃക്ഷങ്ങളെ അവിടെ നടുന്നത്. അപ്പൊ കൽപ്പവൃക്ഷത്തിന് നമ്മൾ സാധാരണ ഒരു തെങ്ങ് നട്ടു. ആ തെങ്ങ് വളർന്ന് വലുതായി കഴിഞ്ഞാൽ അതിന്റെ നിഴല് രാവിലെ അറബിക്കടലിലേക്ക് എത്തും. അതിന്റെ നിഴലിന് സഞ്ചരിക്കാൻ കഴിയും. വൈകുന്നേരം തിരിച്ചു ബംഗാൾ ഉൾക്കടൽ വരെ ഈ ഷാഡോ സഞ്ചരിക്കും. അഗ്നിയും ആകാശവും ചേർന്ന രഞ്ജിത രജോഗുണത്തെ എത്രയോ കിലോമീറ്ററുകളോളം സഞ്ചരിപ്പിക്കുവാനായിട്ട്, നിഴലിനെ സൃഷ്ടിക്കുവാനായിട്ട് വൃക്ഷങ്ങൾക്ക് കഴിയും. അഗ്നിയെയും ആകാശത്തെയും വിഭജിച്ച് ആകാശത്തിലേക്ക് ഉയർന്ന നിഴലിനെ സൃഷ്ടിക്കുവാനും കഴിയുന്നതാണ് ഈ സസ്യപ്രകൃതി. അപ്പോൾ ഇതിന്റെ നിഴലുകൾ രാവിലെയും വൈകുന്നേരവും അത്രയും ദൂരം വരെ സഞ്ചരിക്കുന്നുണ്ട്, അത്രയും സത്വഗുണത്തെ ഏകുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കൽപ്പവൃക്ഷങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ട് ശബരിമലയില്. ആ പശ്ചിമഘട്ടത്തിന്റെ ഹൈറ്റ് ഉയർത്തുവാൻ, കാറ്റിനെ തടഞ്ഞു നിർത്തുവാനുള്ള ശേഷിയുള്ള കൽപ്പവൃക്ഷങ്ങളെ ശബരിമലയിലെ 18 പൂങ്കാവനങ്ങളിൽ നടേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടാണ് അഴുതയിൽ മുങ്ങി കല്ലെടുത്ത് കല്ലിടാങ്കുന്നിൽ കല്ലിട്ട് ആ പശ്ചിമഘട്ടത്തിന്റെ ഉയരം ഒരു കാരണവശാലും താഴാതിരിക്കുവാനായിട്ട് നമ്മൾ ഓരോ ആചാരങ്ങളും അവിടെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. മഹാവൃക്ഷ പ്രകൃതേ നമ, വൃക്ഷായ നമ, കൽപ്പവൃക്ഷായ നമ എന്നൊക്കെയാണ് ശാസ്താവിന്റെ നാമങ്ങൾ ശബരിമലയിലെ. അപ്പൊ മഹാവൃക്ഷ പ്രകൃതിയെ കൊണ്ട് എങ്ങനെ മേഘവീതിയിലേക്ക് ഉയർത്തി പശ്ചിമഘട്ടത്ത് എങ്ങനെ ആ 120 എന്ന് പറയുന്ന ശരാശരി ഉയരത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് 120 എന്ന് പറയുന്ന ശരാശരി ഉയരത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് മഴയെ പെയ്യിക്കാം, മേഘവീതിയിലേക്ക് ഉയർത്തി മഴയെ പെയ്യിച്ച് ഇരുമുടിയിലും ജൈവലോകത്തെ, ജീവലോകത്തെ പരിപാലിക്കാം, ജന്തുലോകത്തെ, മാതൃലോകത്തെ എങ്ങനെ സംരക്ഷിക്കാം, ജീവലോകത്തെ എങ്ങനെ ഭ്രൂണഹത്യാ സാധ്യതകളിൽ നിന്നും ഒഴിവാക്കാം എന്നാണ് ഈ ശാസ്ത്രവിധിയിലൂടെ നമ്മൾ മനസ്സിലാക്കി ആചരണത്തെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അവിടെയാണ് വനപരിപാലനത്തിന് വേണ്ടിയുള്ള യാത്രയാണ് ശബരിമല യാത്ര. ആ വനപരിപാലനം എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ സർവ്വജീവലോകങ്ങളുടെയും സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ്. തീർച്ചയായിട്ടും. മഹാവൃക്ഷ പ്രകൃതിയുടെ മോഹിനീഭാവമായിരിക്കുന്ന ചെറുവൃക്ഷങ്ങളും ലതകളും ചെടികളും ചേർന്ന ആ നീലിമയാർന്ന ദുർഗാദേശങ്ങളിലൂടെ, അല്ലെങ്കിൽ കരിനീലിയിലൂടെ ആ മലനിരകളെ, ആ കരിമലയെ, ആ നീലിമലയെ ഒക്കെ സംരക്ഷിച്ചുകൊണ്ട് എങ്ങനെ മഴയെ പെയ്യിച്ച് ശബ്ദത്തെ ജനിപ്പിക്കുന്ന ശബരത്തിന്റെ പീഠത്തിൽ ലോകമാതാവായിരിക്കുന്ന ജലത്തെ, പാർവതിയെ പ്രതിഷ്ഠിച്ചുറപ്പിക്കാം എന്നുള്ള ശാസ്ത്രവിധിയാണത്.
അങ്ങനെ ശബരി പീഠത്തിൽ ആയിരക്കണക്കായിട്ടുള്ള ലക്ഷക്കണക്കായിട്ടുള്ള അയ്യപ്പഭക്തന്മാർ വരുമ്പോ ലക്ഷക്കണക്കായിട്ടുള്ള മഹാവൃക്ഷങ്ങളെ ആയിക്കോട്ടെ ഉള്ള വൃക്ഷങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പറയേണ്ടത്. അതെ, കൽപ്പവൃക്ഷങ്ങൾക്ക് അവിടെ പ്രാധാന്യമുണ്ട് മോഹൻജി. ശാസ്താവിന്റെ നാമത്തിൽ തന്നെ അവിടെ 108 നാമങ്ങളിൽ തന്നെ കൽപ്പവൃക്ഷായ നമ എന്നുണ്ട്. മഹാവൃക്ഷ പ്രകൃതി നമ, വൃക്ഷായ നമ എന്നൊക്കെ തന്നെ അവിടെ വളരെ വളരെ ഒരു സത്യം. നമുക്കൊരു കൽപ്പവൃക്ഷം പോലും അവിടെ കാണാൻ ഇല്ലല്ലോ. അവിടെ നടക്കുന്നത് രസകരമായിട്ടുള്ള ഒരു കച്ചവടമാണ്. ഈ അയ്യപ്പ ഭക്തന്മാര് അത്രയും വലിയ പ്രാധാന്യത്തോടെ ശിരസിലേറ്റി അല്ലെങ്കിൽ തോളിലേറ്റി കൊണ്ടുവരുന്ന കൽപ്പവൃക്ഷങ്ങളെ അവിടെ മേടിച്ചു വെച്ച് അത് ലേലത്തിൽ ഒരു ടീം പിടിച്ച് അത് വീണ്ടും തിരിച്ച് പമ്പയിലേക്ക് എത്തിച്ച് അത് തന്നെ വീണ്ടും മലയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു പരിപാടിയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊരു വെറും വഴിപാടായിട്ട് മാത്രമാണ് മാറുന്നത്. ഓരോ വൃക്ഷങ്ങളും അവിടെ പരിപാലിക്കപ്പെടുന്നില്ലെന്ന് മാത്രമല്ല, നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പേരിൽ വൃക്ഷങ്ങളുടെ മൂല്യമേറുന്ന മൂലങ്ങളെ, വേരുകളെ എല്ലാം വെട്ടി നശിപ്പിച്ചുകൊണ്ട് മഹാവൃക്ഷ പ്രകൃതിയെ ഉന്മൂലനം ചെയ്തുകൊണ്ടാണ് ഇപ്പൊ പശ്ചിമഘട്ടത്തിന്റെ ശബരിമലയിലെ വികസന പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത്. ഏത് വികസന പ്രവർത്തനം നടന്നാലും മഹാവൃക്ഷ പ്രകൃതിക്ക് ദോഷം സംഭവിക്കുന്ന എന്തവിടെ നടന്നാലും അത് ആചാരലംഘനം തന്നെയാണ്. അപ്പൊ ആചാര ലംഘനത്തില് പ്രധാനമായി വരുന്ന കാര്യം തന്നെയാണ് മഹാവൃക്ഷ പ്രകൃതിക്ക് വരുന്ന. അതെ, അതുകൊണ്ടാണ് അത്രയും വലിയ കല്ലും മുള്ളും നിറഞ്ഞ കാട്ടില് ചെരുപ്പ് പോലും ഇടാതെ നഗ്നപാതരായി നമ്മൾ ശബരിമലയ്ക്ക് പോകും. അതെ, ശരണം വിളിക്കുമ്പോ കല്ലും മുള്ളും കാലുക്ക് മെത്തയെന്നാണല്ലോ വിളിക്കുന്നത്. ആ, കാലിന് മെത്തയായിട്ട് നമ്മള് അത്രയും, അതായത് വൃക്ഷലോകത്തിന്റെ ഒരു വേരിന് പോലും ദോഷം സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നഗ്നപാതരായിട്ട് ശബരിമലയിൽ പോകുന്നത്. 18 പൂങ്കാവനങ്ങളിലും പാദരക്ഷ ഉപയോഗിച്ചല്ല പോകുന്നത്. ദേഹബലം അത് തന്നെയാണ് പാദബലം എന്ന് പറഞ്ഞാ പോകുന്നത്. പാദബലം തന്നെയാണ് ദേഹബലം എന്ന് പറയുന്നത്. ഈ പരിശുദ്ധമായിരിക്കുന്ന മഹാവൃക്ഷ പ്രകൃതിയുടെ മൂലം എന്ന് പറയുന്നത് സർവമൂല്യങ്ങളെയും ഏകുന്ന മാലിന്യത്തിൽ നിന്നും മൂല്യത്തെ സൃഷ്ടിക്കുവാൻ ശേഷിയുള്ള ബ്രഹ്മശക്തിയുള്ളതായിരിക്കുന്ന സസ്യത്തിന്റെ ആ വേരുകൾക്ക് ഒരു ദോഷവും സംഭവിക്കാതിരിക്കാൻ, ബ്രഹ്മാവിനെ ജനിപ്പിക്കുന്ന മഹാവൈഷ്ണവ ശക്തിയുടെ വേരുകൾക്ക്, റൂട്ടുകൾക്ക് ഒരു ദോഷവും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നഗ്നപാതരായിട്ട് ശബരിമലയ്ക്ക് പോകുന്നത്. അപ്പൊ ആ നഗ്നപാതരായിട്ട് പോകുന്നത് ഒരു വേരിന് പോലും ദോഷം സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണെന്നും അറിയണം. അവിടെ അയ്യപ്പൻ ശബരിമല യാത്രയെ കുറിച്ച് ശബരിമല യാത്രയെ കുറിച്ച് ഇപ്പൊ അനവധി പഠിക്കേണ്ടിയിരിക്കുന്നു. അവിടെ ടൈഗർ ഫോറസ്റ്റ് ഒരുക്കിയിരിക്കുന്നത് ഈ സംസ്ഥാന കേന്ദ്ര സർക്കാരുകളല്ല, സാക്ഷാൽ അയ്യപ്പനാണ്. മഹാവൃക്ഷ പ്രകൃതിക്ക് വേണ്ടി മഹാവൃക്ഷ പ്രകൃതിയെ കൊന്നൊടുക്കുന്ന ഹിരണ്യകശിപുമാരായിട്ടുള്ള ജന്തുലോകത്തിന് അവിടെ നിന്ന് പ്രവേശനമില്ലാതെ അകത്തി നിർത്തിക്കൊണ്ട് അവിടെ മഹാവൃക്ഷ പ്രകൃതി 18 പൂങ്കാവനങ്ങളുടെയും സംരക്ഷണത്തിന് വേണ്ടി പുലിയെയാണ് നിർത്തിയിരിക്കുന്നത്. അതാരാണ് ചെയ്തിരിക്കുന്നത്? സാക്ഷാൽ അയ്യപ്പനാണ്, മണികണ്ഠനാണ് അത് ചെയ്തിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? മാതൃലോകത്തിന്റെ ഉദര സംബന്ധമായിട്ടുള്ള അസുഖത്തിന് വേണ്ടിയിട്ട്, ജീവനെ ജനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, മാതൃലോകത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട്, സ്ത്രീജനങ്ങളുടെ വിവാഹങ്ങളെ നടത്തുന്നതിന് വേണ്ടിയിട്ട്, അവർക്ക് പുനർജനികൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട്, ആത്മജയെ ജനിപ്പിക്കുവാൻ വേണ്ടിയിട്ട് മഹാവൃക്ഷ പ്രകൃതിയെ കൊണ്ട് ഈ മേഘവീതിയിലേക്ക് ഉയർത്തി, അതായത് ശൂരപത്മാവെന്ന് പറയുന്ന സൂര്യതാപത്തെ ഹനിക്കുന്നതിന് വേണ്ടി, മഴയെ പെയ്യിക്കുന്നതിന് വേണ്ടി, ജീവനായിരിക്കുന്ന ജലത്തെ ശബരിപീഠത്തിൽ പ്രതിഷ്ഠിച്ചുറപ്പിച്ച് ലോകമാതാവിനെ അവിടെ സ്ഥിരമായി ഇരിപ്പിടം തീർത്തുകൊണ്ട് ദ്രാവിഡ ദേശത്തിന്റെ പീഠങ്ങളുടെ പീഠമായിട്ട് ആ സ്ത്രീധർമ്മശാസ്ത്രത്തിൽ അവിടെ ആചാരങ്ങളെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ആ ശാസ്ത്രത്തിലാണ് നമ്മൾ വിലയം പ്രാപിക്കേണ്ടത്. ആ അറിവിനെയാണ് നമ്മൾ അത് തന്നെയല്ലേ അവിടെ നിത്യവും നടന്നുകൊണ്ടിരിക്കുന്നത്. വൃക്ഷപൂജയാണല്ലോ നടക്കുന്നത്. അതെ, പർവ്വത പൂജയാണല്ലോ, പടിപൂജ, 18 പടികൾക്കും പൂജ എന്നുള്ളത് വൃക്ഷപൂജയാണല്ലോ, പടിപൂജയാണല്ലോ നടക്കുന്നത്. പർവ്വത പൂജയല്ലേ നടക്കുന്നത്. നമ്മുടെ ആളുകൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ലല്ലോ. ഇത് നമ്മുടെ ആൾ തിരിച്ചറിഞ്ഞുകൊണ്ടല്ലോ അങ്ങോട്ട് പോകുന്നത്. ശബരിമലയുടെ പ്രദേശങ്ങളിലുള്ള 18 പർവ്വതങ്ങളുടെയും ഉയരം കുറവായതുകൊണ്ട് മഹാവൃക്ഷ പ്രകൃതിയെ കൊണ്ട് അതിന്റെ ഉയരം വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ആ 18 പടികളും ചവിട്ടി താണ്ടി അതിനെ പൂജിച്ചു വേണം നമ്മൾ. മഹാവൈഷ്ണവ പൂജയെ ചെയ്തിട്ട് വേണം, നാരായണ പൂജയെ ചെയ്തിട്ട് വേണം, നരപൂജയെ ചെയ്തിട്ട് വേണം നമ്മള് ആ ശാസ്താവിൽ വിലയം പ്രാപിക്കാൻ, ആ അറിവിൽ വിലയം പ്രാപിക്കാൻ. ഈ മഹാവൈഷ്ണവ ശക്തി സത്യമാണ്, ഈ അറിവാണ്, ഈ സത്യമാണ് എല്ലാവരും അറിയേണ്ടത്. ഇതാണ് അറിവ്. ഇത് ശാസ്ത്രവിധിയാണ്. ഈ ക്ഷേത്രവിധി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും എല്ലാം ശാസ്ത്രീയതയുണ്ട്. ആ ശാസ്ത്രീയത നഷ്ടപ്പെട്ടാലോ
അത് അന്ധവിശ്വാസമാണ്. ഒരു അയ്യപ്പ ഭക്തൻ എന്നുള്ള നിലയ്ക്ക് എന്നെ സംബന്ധിച്ച് അല്ലെ ഇവിടുത്തെ ഭക്തരെ സംബന്ധിച്ച് ഏറ്റവും പുതിയ അറിവാണ്. ഇന്നുവരെ ആരും പറഞ്ഞു തന്നിട്ടില്ലാത്ത അറിവാണ്. തീർച്ചയായിട്ടും